ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു പാലക് പനീറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്കൊരു പാൻ ചൂടാക്കി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം 2 ടൊമാറ്റോ മിക്സിയിൽ അടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ടൊമാറ്റോ മിക്സിയിൽ അടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒരു ചെറിയ തീയിലിട്ട് നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ വഴറ്റിയെടുക്കണം. ഈ സമയത്ത് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചൂടുവെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ. ഇനി നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാലക് ചേർക്കാം. പാലക് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിൽ 2-3 മിനിറ്റ് ഇട്ടതിന് ശേഷം എടുത്ത് മിക്സിയിൽ അടിച്ച് എടുത്തതാണ്. തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ആദ്യം ഇട്ട് അതിന് ശേഷം അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മിക്സിയിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണ്. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിടെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പൊക്കെ നോക്കി ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവിയുടെ വേണം, കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ച് വെച്ച് നന്നായിട്ട് ഒരു 2-4 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഗരം മസാല ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പനീർ കഷ്ണങ്ങൾ ഞാൻ ആദ്യം എണ്ണയിൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതാണ്. അപ്പം പനീർ കഷ്ണങ്ങൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം വേണമെങ്കിൽ നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളമേ ചേർത്ത് കൊടുക്കാവൂ. കളർ കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കുറേശ്ശെ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് വീതമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇത് കുറുകി വരും. അപ്പോൾ നമുക്ക് ഗ്രേവി കാണത്തില്ല. അപ്പം ഗ്രേവി വേണ്ടത്ര നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നാൽ കൂടുതൽ വെള്ളം കോരി ഒഴിക്കുകയും ചെയ്യരുത്. ഇനി വീണ്ടും ഇത് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഉപ്പൊക്കെ മസാല കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഗരം മസാല അടച്ചു വെച്ച് കുറച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ അടച്ചു വെക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കണം. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ക്രീം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് പാലിൻ്റെ മുകളിൽ കിട്ടുന്ന പാൽപ്പാട എടുത്ത് മിക്സിയിൽ അടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇപ്പോൾ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ക്രീമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ക്രീമൊക്കെ ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, ഇത് നിർബന്ധമില്ല. പക്ഷേങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നന്നായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ആകുന്നത്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ കസ്തൂരി മേത്തിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഉണക്കിയ ഉലുവായുടെ ഇലയാണ്. അതുകൂടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്യുക. പലർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ കറിയെല്ലാം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി മസാലയൊക്കെ പനീറിലൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ അടച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ മസാലയെല്ലാം നന്നായിട്ട് എല്ലാം പനീറിലൊക്കെ പിടിച്ച് ഗ്രേവിയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളുടെ അടിപൊളി പാലക് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പലരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.